ഇന്ന് ചേലപത്മത്തിലെ അതിഥി ടെസി ജോൺസനാണ്. ഞാൻ ടെസി മാമ എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിക്കാനുള്ളതിൻ്റെ കാരണം എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള ജിഷയുടെ അമ്മയുടെ അനിയത്തിയാണ് ടെസി മാമ. അപ്പോൾ ജിഷയുടെ മാമേനെ എനിക്ക് വളരെ കാലം മുൻപേ തൊട്ടിട്ട് പരിചയമുണ്ട്. കാരണം ഞാൻ പഠിച്ചിരുന്നത് കണ്ടശാങ്കടവ് കോൺവെൻറ്റിലാണ്. കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാമ മൂത്ത മകനെ സ്റ്റെറിനെ വണ്ടി കയറ്റാനായിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അന്ന് തൊട്ടിട്ടേ ഞാൻ മാമയെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അന്ന് നല്ല സുന്ദരിയായിട്ടുള്ള വളരെ ചെറുപ്പമുള്ള, എനിക്ക് തോന്നുന്നു 20-24 വയസ്സുണ്ടാവുള്ളൂ അല്ലേ. വളരെ സുന്ദരിയായിട്ടുള്ള മേമ, ഒറ്റവളകൾ നിറയേട്ട് ഒരു അടക്ക് വള, അതാണ് മനസ്സിൽ നിൽക്കുന്ന രൂപം. എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ആദ്യം പറയുമ്പോ ഓർമ്മ വരുന്നത് അതാണ്. ആദ്യം കണ്ട രൂപമാണ് നമുക്ക് എപ്പോഴും ഒരാളെ കുറിച്ചിട്ടുണ്ടാവുക. നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ അത് ഞാനും എൻ്റെ കല്യാണത്തിനൊക്കെ അതുപോലെ നിറയെ വള വാങ്ങിയിട്ടുണ്ടായിട്ടുണ്ട്. അതന്നെ. അപ്പൊ അങ്ങനെയാണ് മാം. പക്ഷെ ഞാനിത് ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ 8-9 പഠിക്കണം. അതെ, അത്രയും ചെറുപ്പമാണ് ഞാൻ. പിന്നീടാണ് എനിക്ക് ജിഷയായിട്ടുള്ള സൗഹൃദം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് മേമ ജിഷയുടെ അമ്മയുടെ അനിയത്തിയാണെന്നൊക്കെ ഞാൻ അറിയുന്നത് പിന്നീട് 3-4 വർഷങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ അപ്പോൾ വളരെ നീണ്ട കാലത്തെ ഒരു ബന്ധമാണ് എനിക്ക് മേമയായിട്ടും ജിഷയുടെ അമ്മയായിട്ടൊക്കെ ഉള്ളത്. ഇന്ന് ഏതൊക്കെ സാരികളെ പരിചയപ്പെടുത്തുന്നത്? സമ്മതത്തിന്റെ സാരിയും കെട്ടുസാരിയും മന്ത്രകോടി സാരിയാണ്. 3 സാരിയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 29 വർഷം കഴിഞ്ഞു. 29 വർഷം കഴിഞ്ഞു. 30 വർഷമായിട്ട് സാരികളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്ന് അത് അത്രയും ഇഷ്ടമായിട്ടാണ് അതൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ കേടൊന്നും വന്നിട്ട് വലിയ സാരികള് എല്ലാതും നല്ലത് തന്നെയായിരുന്നു. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അത് ശരി. അപ്പൊ കല്യാണത്തിനോടും ജോൺസണിനോടും ഇഷ്ടമൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് സമ്മതത്തിന്റെ സാരി അല്ലേ? ഇത് എവിടുന്ന് എടുത്തത്? കല്യാണിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗിരിജാ പട്ട് എന്ന് പറയുന്ന വളരെ ലോലമായ ഒരു പട്ടാണ്. ഇതിന് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ട് ഉടുക്കാൻ നല്ല സുഖമാണ്. കനം കുറവാണ്. ഉടുത്തു കഴിഞ്ഞാൽ പൊന്തി നിൽക്കും ചെയ്യും. എന്നുവെച്ചാൽ വല്ലാണ്ട് ഒട്ടി നിൽക്കില്ലേ, അങ്ങനത്തെ ഒരു മോഡലാണ്. ഇതിൽ മയില് നിൽക്കുന്നുണ്ട്. മയിലിന് പല നിറത്തിലുള്ള കണ്ണുകളുണ്ട്. ഓറഞ്ച് കണ്ണ്, നീല കണ്ണ്, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ നൂല് പോയിരിക്കുന്നത്. പിന്നെ പീക്കോക്കിൽ മജന്ത നിറം. ഈ പീക്കോക്ക് കളറും മജന്ത നിറമൊക്കെ ഏതാണ്ട് എല്ലാ കല്യാണ സാരികളും ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഗിരിജാ സിൽക്കും ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ, 10-30 വർഷം മുൻപ് ഇത് വളരെ ഫാഷൻ ഉണ്ടായിരുന്ന ഒരു സാരിയാണ്. ഇപ്പോൾ അധികം കിട്ടാനില്ലാത്ത ഒരു പാറ്റേണും ഗിരിജാ സിൽക്കാണ്. ഞാൻ പല കടകളിലും അത് അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പൊ പോകുമ്പോ ഇല്ല, ഈ പാറ്റേൺ കുറവാണെന്നാ പറയുന്നത്. അന്ന് കുറെ കളറുകള്, പല കോമ്പിനേഷനുകളും ഇതിൽ ഏറ്റവും ഭംഗിയിൽ വന്നിരുന്നതും ഗിരിജാ സിൽക്കിൽ തന്നെയായിരുന്നു. ഇനി ഏത് സാരിയാ? കെട്ടു സാരി പരിചയപ്പെടുത്താം. കെട്ടു സാരി. നല്ല ക്രീം നിറത്തില് മെറൂൺ കര നിറമുള്ള സാരിയാണ്. ഈ സാരി ഇഷ്ടമാണോ? ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ഈ കളറ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അന്നത് എടുത്തത്. അത് ശരി. കുറെ ഉപയോഗിച്ചിട്ടുണ്ടോ? കൂടുതലും എടുത്തിട്ടുണ്ട്. ഈ കളറിനോടുള്ള ഇഷ്ടം കൊണ്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ കേടൊന്നും പറ്റിയിട്ടില്ല. 10-29 വർഷം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ കല്യാണത്തിന്റെ സാരി ഇത് തന്നെയാണ്, കെട്ടുസാരി. ഇപ്പൊ 19 വർഷം കഴിഞ്ഞു, ഒരു കേടും പറ്റിയിട്ടില്ല. തന്നെ ഇതേ ക്രീമിൽ ഇതേ മെറൂൺ കരയാണ്. അപ്പൊ എനിക്ക് അതും കൂടിയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ കയ്യിലുള്ള അതേ പാറ്റേൺ തന്നെ കാണുമ്പോ നമുക്ക് ഓർമ്മ വരില്ല. കൂടുതൽ ഇഷ്ടമുള്ള സാരികളിൽ ഒന്നാവുമ്പോഴേ കൂടുതൽ. അപ്പൊ ക്രീം നിറത്തിനോടുള്ള ഇഷ്ടം ഇപ്പൊ എടുത്തിരിക്കുന്ന സാരിയും ക്രീം തന്നെയാണ്. ഇതെന്തെങ്കിലും വിശേഷത്തിനെടുത്ത സാരിയാണോ? മകന്റെ കല്യാണമായിട്ട് എടുത്തതാണ് ഈ സാരി. സ്റ്റെറിന്റെ കല്യാണത്തിന് ഞാൻ കണ്ടിട്ടുള്ള LKG പഠിക്കുന്ന ചെറിയ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അവന്റെ കല്യാണത്തിന് എടുത്ത സാരിയാണ്. അപ്പൊ പള്ളിയിലെ ചടങ്ങായതിനാലായിരിക്കാം ക്രീം എടുത്തത്. പിന്നെ അതിനോടുള്ള ഇഷ്ടം കൊണ്ടും ക്രീമിനോടുള്ള ഒരു താല്പര്യം കൊണ്ടും. അതെ. ഇനി നമുക്ക് അടുത്തത് പരിചയപ്പെടാനുള്ളത് മന്ത്രകോടി സാരി പരിചയപ്പെടാം. മന്ത്രകോടി സാരി എടുത്തത് എവിടുന്നാണ്? കല്യാണിന്നാണ്.
ഇന്നത്തെ പോലെ പഴയ കാലത്ത് ഇങ്ങനെ ചെക്കൻ്റെ വീട്ടുകാർ വരണം രണ്ടു കൂട്ടരും വന്നിട്ട് തന്നെയാണ് എടുത്തത്. ചെക്കൻ്റെ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങള് വീട്ടുകാരും പോയിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് മന്ത്രകോടി എടുത്തത്. എൻ്റെ ഇഷ്ടമുണ്ട്, അവരായിട്ട് വന്നു രണ്ടു കൂട്ടരും കൂടി എടുത്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എടുത്തത് തന്നെയാണ്. ഇതാണ് മന്ത്രകോടി സാരി. മജന്ത നിറത്തിലുള്ള സാരി നമുക്ക് ചേലപത്മത്തിൽ നിറയെ കിട്ടിയിട്ടുള്ളതാണ്. മജന്ത സാരി ഇല്ലാത്തൊരു കല്യാണം ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ? ഈ മജന്ത നിറത്തിന് യാതൊരു മങ്ങലും വന്നിട്ടില്ല. നല്ല പ്രകാശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ പച്ചക്കറിയാണ്. ഇതൊരു ബനാറസി സാരിയാണ്. അപ്പോൾ സമ്മത സാരി ഗിരിജാ സിൽക്കും, അതുപോലെ തന്നെ കെട്ടുസാരി കാഞ്ചീപുരം സിൽക്കും, ഇത് ബനാറസിയാണ്. 3 തരത്തിൽ പെട്ടിട്ടുള്ള സിൽക്ക് സാരികളായിരുന്നു കല്യാണത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സാരി മാറിയിരിക്കുകയാണ്. ടെസിമേമ്മയുടെ കല്യാണത്തിൻ്റെ കെട്ടുസാരിയും ഞാൻ മേമയുടെ സമ്മതത്തിൻ്റെ സാരി ഉടുത്തിരിക്കുകയാണ്. മേമ എന്ത് തോന്നുന്നു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു സംഭവം വരുമെന്ന്. എന്നാലും നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോഴും അത് ഉടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. സാരിയൊക്കെ അതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കല്യാണത്തിന്റെ ഓർമ്മകളൊക്കെ കല്യാണത്തിന്റെ ഓർമ്മകളിലേക്ക് കടന്നു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് ഗിരിജാപ്പട്ട് ഉടുക്കുന്നത്. ഗിരിജാ സിൽക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരികളിലൊന്നാണ്. പക്ഷെ ഇതുവരെയും അത് ഉടുക്കാനുള്ളൊരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും ഊഞ്ഞാല് കെട്ടലും പഴയ കാലത്തെ കളികളിലും ഒന്നും തന്നെയാണ് ഊഞ്ഞാലാട്ടം. ഇപ്പോഴാണ് അതൊക്കെ ഇല്ലാതായത്. അപ്പൊ മനസ്സിങ്ങനെ വളരെയധികം വേറെ ലോകത്തേക്ക് കിടക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നണത് മനസ്സൊക്കെ ഒന്നും കൂടെ ശാന്താവാനും അല്ലേ, ഏറ്റവും നല്ലത് ഊഞ്ഞാലാട്ടാണ്. അപ്പൊ എന്തായാലും ഇന്ന് 3 സാരികൾ പരിചയപ്പെടാൻ സാധിച്ചു, അത് ഉടുക്കാൻ സാധിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗിരിജാപ്പട്ട് ഉടുക്കാൻ സാധിച്ചു. അതിനെക്കാട്ടേറെ ഭംഗിയായിട്ട് ഊഞ്ഞാലിരുന്നിട്ട് ആടാനായിട്ട് സാധിച്ചു. അതിലെല്ലാത്തിൻ്റെയും സന്തോഷം.